അൻസിബയുടെ ഉമ്മ ജാസ്മിനെ പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും നീയും എൻ്റെ പൊന്നുമോള് തന്നെയാണ് എന്ന് പറഞ്ഞതൊന്നും ഋഷിക്ക് ഒട്ടും സഹിച്ചിട്ടില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ അൻസിബയോട് പറയുകയാണ്, നമ്മുടെ അമ്മമാര് വന്നിട്ട് നമ്മൾ ഏറ്റവും അധികം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ തന്നെ പോയി കെട്ടിപ്പിടിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ അൻസിബ പറയുന്നു, ഇവിടെ നമ്മൾ തമ്മിൽ വഴക്കാണെങ്കിലും അവർക്ക് നമ്മളെ എല്ലാവരെയും മക്കളെ പോലെയാണ് അവർ കാണുന്നത്. ഉടനെ വീണ്ടും ഋഷി ചോദിക്കുക, അങ്ങനെയുണ്ടെങ്കിൽ വേറെയും ഒത്തിരി ആൾക്കാർ ചുറ്റിലും നിൽക്കുന്നുണ്ടല്ലോ, അവരെ ആരെയും കെട്ടിപ്പിടിക്കാതെ നമ്മൾ ഏറ്റവും അധികം വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ തന്നെ കെട്ടിപ്പിടിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ അൻസിബ വീണ്ടും പറയുകയാണ്, നമുക്ക് പ്രശ്നമുണ്ട് ഇവരോടൊക്കെ, പക്ഷെ അവർക്ക് ഇവരോടൊന്നും പ്രശ്നമില്ലല്ലോ, അത്രേ ഉള്ളൂ കാര്യം. ഋഷി വീണ്ടും ചോദിക്കുന്നു, എങ്കിലും ജാസ്മിനെ എൻ്റെ മോളെ പോലെയാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ലേ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവർക്ക് ഈ പറയുന്ന ആൾക്കാരോടൊന്നും പ്രശ്നവും വഴക്കുമൊന്നുമില്ല, പക്ഷെ നമ്മൾ വഴക്കുണ്ടാക്കുന്നതൊക്കെ അവർ കണ്ടോണ്ടിരിക്കുന്നതല്ലേ, എന്നിട്ടും അവരങ്ങനെ ചെയ്തില്ലേ? അൻസിബയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നമ്മളിവിടെ ഓരോ കണ്ടസ്റ്റൻസും കാണുന്നത് പോലെ അല്ല അവർ കാണുന്നത്. അവർ നോക്കുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ പോലെയാണ് എല്ലാ ആൾക്കാരെയും തോന്നുക. മാത്രവുമല്ല, നമ്മളിവിടെ ആരോടാണോ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നത് അവരുടെ അടുക്കലേക്ക് ചെന്ന് ആ പ്രശ്നം നമുക്ക് വേണ്ടി അവർ അവസാനിപ്പിച്ചതായിരിക്കും. ആ പ്രവൃത്തിയിലൂടെ നമ്മളോട് അവർ പറഞ്ഞു തരികയാണ്, നിങ്ങളത് വിട്ടേക്ക്, ഇത് ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ്. അതിൽ കൂടെ അവരത് കൊണ്ടു നടക്കുകയോ വിടുകയോ വിടാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ നിങ്ങളത് അവസാനിപ്പിച്ചേക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് മുഴുവനായി അൻസിബ ഋഷിയോട് തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ ഉമ്മ വളരെ കൃത്യമായിട്ട് അൻസിബയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവസാനം പോകുന്ന സമയത്തും പറഞ്ഞിരുന്നു, ജാസ്മിനുമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകരുത് എന്ന്. ആ സമയത്ത് തിരിച്ച് അൻസിബ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കങ്ങനെ യാതൊരു പകയും വെറുപ്പും ഒന്നുമില്ല, നമ്മുടെ അപ്പുവിനെ പോലെ മാത്രമേ ഞാൻ ജാസ്മിനെയും കാണുന്നുള്ളൂ എന്നൊക്കെ. ഈ സംസാരത്തിൽ കൂടി അൻസിബയുടെ ഉള്ളിലും മഞ്ഞുരുകി തുടങ്ങി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ജാസ്മിനുമായിട്ടൊന്ന് കൊമ്പ് കോർക്കുവാനോ ഇടയുവാനോ ബഹളമുണ്ടാക്കാനോ പോകില്ല, ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ള ഒരു സൂചന ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അൻസിബയുടെ ഈ വാക്കുകൾ കൂടി. ഇനിയിപ്പോൾ ഋഷിയെ കൺവിൻസ് ചെയ്യിക്കുവാൻ അൻസിബയ്ക്ക് ഏറെ എളുപ്പമാണ്. കാരണം അൻസിബ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കുവാൻ ഒരിക്കലും ഋഷിക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അൻസിബ എന്തു പറഞ്ഞാലും ഋഷിക്ക് അത് വേദവാക്യം തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകരായി നമുക്ക് പ്രതീക്ഷിക്കാം, അൻസിബയ്ക്ക് ഉമ്മ പറഞ്ഞു കൊടുത്ത ആ സ്നേഹത്തിന്റെ വഴി അൻസിബ തിരഞ്ഞെടുക്കുവാൻ പോകുന്നു എന്നുള്ളത്.